ഏതിനാ? ആ ഇഷ്ടമുള്ളത്. Man-made things എന്താ? Things made by humans are called non-man-made things. Cars, pens, എന്നൊക്കെ നീ ആക്കിയ പോലെ ആക്കാൻ വരികയാണേ. ഇതെന്താണ്? ഹാപ്പി പാട്ടോടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ കണ്ണ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. നീ ഒന്നുകൂടെ കൊടുത്തേ. അതാ അറിയുമ്പോ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് ഞങ്ങൾ പേര് മൈ ഗോഡ് ഇന്നെൻ്റെ മുല്ലപ്പൂ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പോട്ടിലൊന്ന് വെക്കാം. ഇന്ന് നമ്മളെ അമ്മമ്മ വരുന്നുണ്ട്. നമ്മൾ കണ്ണൻ്റെ ബർത്ത്ഡേ അല്ലേ, അതിനോടനുബന്ധിച്ച് അമ്മമ്മയും എൻ്റെ അമ്മമ്മയും വരുന്നുണ്ട്. സി ഒത്തിരിമാണ് ഫോട്ടോ എടുക്കട്ടെ. എടുത്തിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്യാൻ പതിവ്. പക്ഷേ ഇന്ന് സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോയ്ക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ചക്കമില്ല ചക്ക. ഓക്കെ, പെയിൻ്റ് ഒന്നും ഉണങ്ങി വന്നിട്ടില്ല കേട്ടോ. വെയിറ്റ് ഞാൻ കാണിച്ചു തരാം. അച്ഛമ്മടുത്തേക്ക് വെക്കോ. അതാ അമ്മ വിളിച്ചേക്ക. അതാ ഇനി ഷീവേച്ചു ഒന്നുകൂടെ കൈ കാണിച്ചു നോക്കി. ഷീവേച്ചിനെ പറ്റിക്കോ. അയ്യോ ഞങ്ങൾ അമ്മമ്മ മുരിങ്ങക്കായ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇത് നോക്കൊന്നുമില്ലല്ലേ? അമ്മ ഉമ്മ കിട്ടാൻ വീണ്ടും വീണ്ടും നോക്ക. അത് സ്കൂളിൽ കൊണ്ടാ കാപ്പിപ്പൊടി, വെളുത്തുള്ളി, ചെറിയ പപ്പടം, സവാള. ൊന്നുമില്ല കഴിച്ചോ. ഈ വർത്തമാനം പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബർത്ത്ഡേ പ്ലാൻസൊക്കെ പ്ലാൻ ചെയ്യുമായിരുന്നു. കാരണം ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഞാൻ ഫ്രീ ആകുമ്പോൾ വിൻചേട്ടൻ ഫ്രീ ആവില്ല, വിൻചേട്ടൻ ഫ്രീ ആകുമ്പോൾ ഞാൻ ഫ്രീ ആവില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്യായിരുന്നു. അപ്പോൾ അതിൽ ഗുരുവായൂർ നമുക്ക് ഇന്ന് പോവാം എന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷേ പോയില്ല കേട്ടോ. ഞങ്ങൾ രാത്രി വരെ പോകണമെന്ന് വിചാരിച്ചതാണ്. 9 മണിയായപ്പോൾ ഞങ്ങൾ പ്ലാനെല്ലാം ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഇന്ന് പോകാനുള്ള പ്ലാനായിരുന്നു കേട്ടോ. അപ്പോഴേ കണ്ണനൊക്കെ പറ്റിച്ച് ഞാൻ വേഗം ഇറങ്ങി ജിമ്മിന് പോവുകയാണ് കേട്ടോ. നാളെ ഇനി പോകാൻ പറ്റില്ല. നാളെ കണ്ണൻ്റെ ചോറൂണല്ലേ, നാളെ പോകാൻ പറ്റില്ല. പിന്നെ മറ്റന്നാൾ അച്ഛനും ഒക്കെ ഉണ്ടാവും, ചിഞ്ചുവിൻ്റെ അച്ഛനൊക്കെ. അപ്പോൾ 2 ദിവസം സ്കിപ്പാണ്. എനിക്ക് ആക്ച്വലി ഭയങ്കര വിഷമമാണ് ആക്ച്വലി സ്കിപ്പ് ചെയ്യുമ്പോൾ. സാരമില്ല, ഹാപ്പൻസ് അല്ലേ, ഫാമിലിയൊക്കെ ആകുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് വേഗം ജിമ്മിന് പോയിട്ട് വരാം. അപ്പൂന് നല്ല പനിയാണ് കേട്ടോ.
അപ്പോൾ വന്നിട്ട് വേണം നേരെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകാൻ. 11 മണിക്ക് ഡോക്ടറെ ബുക്ക് ചെയ്യണം. അസാധ്യ ടേസ്റ്റ് ആട്ടോ ഈ മാങ്ങ. ഞാൻ അത് കാണിച്ചു തരാം, അടിപൊളിയാണ്. അയ്യോ വണ്ടി വന്നാൽ കാണില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ ജിമ്മിന് പോയിട്ട് വരാം. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 10 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്കിൽ പോലും നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ ഏകദേശം നമുക്ക് ജിമ്മിൽ സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് എനിക്ക് ഓട്ടോ കിട്ടി, അതുകൊണ്ട് വേഗം തന്നെ എത്തി. ഓട്ടോയ്ക്കാണെങ്കിലും ബസ്സിനാണെങ്കിലും നമുക്ക് ഏകദേശം 10 രൂപ കൊടുത്താൽ മതി കേട്ടോ. പൂ വാങ്ങിക്കാം അല്ലേ, തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കാം. ചേട്ടാ 50 കേട്ടോ, വേണ്ട കുഴപ്പമില്ല, താങ്ക് യു. ഓ മൈ ഗാഡ്, അങ്ങനെ ഫൈനലി ഞാൻ ആക്ച്വലി ഇന്ന് വിചാരിച്ചേ ഉണ്ടായിരുന്നില്ല കേട്ടോ ജിമ്മിന് പോകാൻ പറ്റുമെന്ന്. അപ്പോൾ വിൻചേട്ടനോട് പറഞ്ഞപ്പോൾ എന്താ ചെയ്യുക, പോകണോ പോകണ്ടയോ. അപ്പോൾ വിൻചേട്ടൻ പൊക്കോ എന്നുള്ളൊരു മൈൻഡ്. പിന്നെ ഞാൻ വിചാരിച്ചു, ഇങ്ങനെ ആദ്യം വിചാരിച്ചു ഈശ്വര ഇനിയിപ്പോൾ പിന്നെ ചേട്ടൻ എന്ത് വിചാരിക്കും, എല്ലാവരും പറഞ്ഞ സമയത്ത് വലിയ ഒരു ഇത് കാണിക്കാമെന്നൊക്കെ വിചാരിക്കും. എല്ലാവർക്കും ഉണ്ടാകുമ്പോൾ ജിമ്മിന് പോകാന്ന് പറയുമ്പോൾ ഒരു ഇതൊക്കെ ഇല്ലേ, ആ ഒരു മൂടൊക്കെ ആവുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു മുഖഭാവമാണ് എനിക്ക് തോന്നിയത്. അപ്പം അങ്ങനെ ഞാൻ ജിമ്മിന് പോകുന്നു. അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ ജിമ്മിന് പോവാണ് എന്നൊക്കെ. അപ്പം ഞാൻ അമ്മ നാളെയും മറ്റന്നാളൊന്നും പോകാൻ പറ്റില്ലല്ലോ, വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, പക്ഷേ നമ്മളെ കാര്യം നമ്മൾക്ക് നോക്കണമല്ലോ. എനിക്ക് എൻ്റെ കാലിൻ്റെ നീര് എൻ്റെ വയറ് സെറ്റാക്കി എടുക്കണം. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെക്കേഷന്, ഞാൻ ലാസ്റ്റ് വ്ളോഗിൽ പറഞ്ഞിരുന്നു, വെക്കേഷൻ സമയത്ത് കുറച്ച് നാൾ വീട്ടിലേക്ക് പോകേണ്ടി വരും, കാരണം ഇവിടെ വെള്ളത്തിൻ്റെ സീനുള്ളതുകൊണ്ട്. അപ്പോൾ ആ സമയത്ത് എന്താവുമെന്ന് അറിയില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളകുന്നുണ്ടല്ലോ, നന്നായിട്ട് ഫോണും ഇളകുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ പോയിട്ട് ജസ്റ്റ് കാർഡിയോ മാത്രമേ ചെയ്യുന്നുള്ളൂ. അയ്യോ ഇന്ന് എൻ്റെ കാർഡ് റിന്യൂവലാണ്. ഒരു മന്ത് ആയിട്ടുണ്ട്. പക്ഷേ എന്ത് പറ്റും, ഇതിലൊന്നും കാശ് വീർത്തിട്ടില്ല. ചോദിച്ചു നോക്കാം നമുക്ക്. 10 മണിയായപ്പോൾ ഞാൻ ജിമ്മിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് 10:45 നമുക്ക് അവിടെ നിന്ന് ഇറങ്ങണം, ജിമ്മിൽ നിന്ന് ഇറങ്ങണമെങ്കിലാണ് നമുക്ക് 11 മണിക്കാണ് ഹോസ്പിറ്റലിൽ ബുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ എന്താ പറയുക, ഞാൻ ജസ്റ്റ് കാർഡിയോ മാത്രമേ ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം അറിഞ്ഞു കേസ്, ഞാൻ 1 മാസമായി ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട്. കാരണം ഇന്ന് എൻ്റെ കാർഡ് റിന്യൂ ചെയ്യാനുള്ള ഡേറ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് വയ്ക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം എന്നാണെങ്കിൽ ഒന്നിനും സമയമില്ല. അപ്പോൾ പിന്നെ ഫീ പേ ചെയ്തില്ല. നെക്സ്റ്റ് ഡേ വേണം എനിക്കിത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് ജസ്റ്റ് കാർഡിയോ മാത്രമേ ചെയ്യുന്നുള്ളൂ. കാർഡിയോയിൽ ഇപ്പോൾ നമ്മൾ ആദ്യം വാമപ്പ് ചെയ്യും. വാമപ്പിൽ ഫസ്റ്റ് ബ്രീത്തിങ് എക്സസൈസാണ് കേട്ടോ. അപ്പോൾ അതിൽ ഇൻഹെയിൽ ചെയ്തിട്ടൊരു 5 ടൈംസ് കൗണ്ട് ചെയ്യും, എന്നിട്ട് എക്സെയിൽ ചെയ്യും. പിന്നെ ഇങ്ങനെ കഴുത്തൊന്ന് നെക്കിൻ്റെ കുറച്ച് റൗണ്ട് ചെയ്യും. പിന്നെ അതുപോലെ ഇങ്ങനെ കൈവച്ചൊന്ന് ആക്കി ഏകദേശം അത്യാവശ്യം കുറച്ച് നേരം വാമപ്പിൻ്റെ എക്സസൈസ് ചെയ്യും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി മേലെ ട്രെഡ്മിൽ യൂസ് ചെയ്യണം, സൈക്ലിംഗ് യൂസ് ചെയ്യണം. ശരിക്കും എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ, ഈ വയറാണ് ആക്ച്വലി ലാസ്റ്റ് പോകുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചു, ഞാൻ ട്രെയിനറോട് ചോദിച്ചിരുന്നു എപ്പോഴാണ് ആക്ച്വലി വയറൊക്കെ കുറയുകയെന്ന്. പക്ഷെ വയറ് കുറയണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റാണ് പോലും വയറ് കുറയുക. ആദ്യം കൈയിൻ്റെ ഷോൾഡറല്ല, കൈയിൻ്റെ ആ ഒരു ഭാഗം, അതുപോലെ കാലിൻ്റെ, അതുപോലെ ഈ ഹിപ്പിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗമൊക്കെയാണ് ആദ്യം കുറയുക പോലും. വയറിൻ്റെ ഭാഗമാണ് ലാസ്റ്റ് കുറയുക കേട്ടോ. എനിക്കത് അറിയണ്ടായിരുന്നില്ല. അപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത് വയറ് കുറയാനായിട്ട് നമുക്ക് പറ്റുന്നത് സൈക്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ സൈക്ലിംഗ് ഞാനൊരു ഫ്രണ്ടിലേക്ക് ഒരു 10 മിനിറ്റ് ചെയ്യും, ബാക്കിലേക്ക് ഒരു 10 മിനിറ്റ് ചെയ്യും. ആക്ച്വലി ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബാക്കിലേക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. പക്ഷേ എന്താ പറയുക, എഫേർട്ട് എടുത്താൽ വല്ല കാര്യം നടക്കുള്ളൂ. അങ്ങനെ ട്രെഡ്മില്ലിൽ ഞാനൊരു ഏകദേശം ഒരു 10-15 മിനിറ്റ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമുക്ക് സമയമായി 10:30-10:45 ആയി. അങ്ങനെ വേഗം ഓടുകയാണ് കേട്ടോ. അങ്ങനെ ട്രെയിനറെ ഞാൻ കണ്ടു. ഇന്ന് അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ 10 മണിയായപ്പോൾ ഞാൻ ജിമ്മിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആരും ഇല്ല, 10:30 തൊട്ടാണ് ലേഡീസ് ഓൺലി വരുന്നത്. അപ്പം അങ്ങനെ വലിയ തിരക്കും ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ ട്രെയിനറെ കണ്ടത്. ഹായ്, ഓർമ്മയുണ്ടോ?
അങ്ങനെ ബസ് കയറിയിട്ടാണ് ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്തത്. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മേനൊക്കെ. അപ്പോൾ അപ്പവും അമ്മയൊക്കെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് ആക്ച്വലി ഹോസ്പിറ്റലിൽ പോകാനായിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ കയറിയ ബസ് നമ്മൾ നേരെ പാതുവ പുത്തൻപീടിക വഴിയുള്ള പോണ ബസ്സാണ്. പുത്തൻപീടികയിലാണ് നമ്മൾ അപ്പനെ കാണിക്കുന്ന ഡോക്ടർ കേട്ടോ. ആൾ ശരിക്കും വൈകുന്നേരം നമ്മൾ ചെമ്മാപ്പള്ളി ഇരിക്കുന്നുണ്ട് മനോജ് ഡോക്ടർ. പക്ഷേ പകൽ ഡോക്ടർ അവിടെ ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ അവിടെ നിന്ന് കയറാൻ പറഞ്ഞു. അപ്പോൾ വെരി എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ബസ്സിലൊക്കെ പോകാനായിട്ട്. അയ്യോ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു കേട്ടോ. മിനിഞ്ഞാന്ന് നൈറ്റ് തുടങ്ങിയ പനിയാണ്. അപ്പോൾ ചുണ്ടൊക്കെ ആകെ ഡ്രൈ ആയി, നല്ല പനി കേട്ടോ. പനി നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഒരു 2 ദിവസം. ഇന്നലെ ഞാൻ ഇപ്പോൾ ഇത് കൊണ്ടുപോകണ വരെ ഉച്ചവരെ നല്ല പനിയായിരുന്നു കേട്ടോ. പിന്നെ മരുന്ന് കൊടുത്തതിന് ശേഷം അങ്ങനെ പനിച്ചിട്ടില്ല. ഇത് നമ്മൾ അവണങ്ങാട് എത്തിയ സമയത്ത് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. അങ്ങനെ ജിമ്മ് കഴിഞ്ഞപ്പോൾ ഞാൻ ആക്ച്വലി വീട്ടിലെ പഴം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വിശപ്പായിരുന്നു. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് 2 നേന്ത്രപ്പഴം വാങ്ങിച്ചിട്ട് പോന്നു കേട്ടോ. എങ്ങനെയാക്കട്ടപ്പോ ഇങ്ങനെ തൊലി കളഞ്ഞ് ഫുള്ള് തൊലി ഇങ്ങനെ കളയാ. നമ്മുടെ മനോജ് ഡോക്ടറാണ്. ഡോക്ടർ ഒന്നും പറയും, സൂചി പോലും വെക്കില്ലേ. ഈ ഡോക്ടർ സൂചി ഒന്നും വെക്കില്ല. അതല്ലേ നമ്മൾ മനോജ് ഡോക്ടറെ അടുത്തേക്ക് വരണേ. അല്ലെങ്കിൽ അപ്പൂനൊക്കെ പേടിയാണ്. ഇഷ്ടപ്പെട്ട മരുന്ന് പിങ്ക് മരുന്ന്, നല്ല മധുരമുള്ളത്, ഇങ്ങനത്തെ കളറും മരുന്ന് തരാൻ പറയാം. അങ്ങനെ ആയാലോ അപ്പോ സൂപ്പറായിട്ടുണ്ടെന്ന് പറയും. ഇങ്ങനത്തെ കളർ മരുന്നുണ്ടോ? അങ്ങനെ ഡോക്ടറൊക്കെ കണ്ടു. പോണ വഴിക്ക് നമ്മൾ ചക്ക കണ്ടു. പക്ഷെ വാങ്ങിച്ചില്ല കേട്ടോ. നല്ല ഉണ്ടപ്പൻ ചക്കയായിരുന്നു. അങ്ങനെ തിരിച്ചു പോരുമ്പോൾ നമ്മൾ അവിടെ തന്നെ കേട്ടോ, പുത്തൻപീടികയിൽ തന്നെ. മഞ്ഞപ്പിത്തം ആണ് സ്ഥലം, നമ്മൾ പാതുവ ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെ തന്നെ നല്ലൊരു പച്ചക്കറി കടയുണ്ട്. ഫ്രൂട്ട്സൊക്കെ അവിടെ തന്നെ കിട്ടും. അപ്പോൾ മിക്കതും ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോരുമ്പോൾ ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഒരുമിച്ച് അങ്ങ് പോരും. കൂടുതൽ വാങ്ങിക്കും കേട്ടോ. കാരണം നല്ല റേറ്റ് കുറവാണ്. 30 രൂപയ്ക്കേ ഉള്ളൂ 1 കിലോ സവോളയ്ക്ക്. ഈ നേന്ത്രപ്പഴം കണ്ട്, നേന്ത്രപ്പഴം ഇതിൽ 3.5 കിലോ 100 ശരിക്കും 4 കിലോ 100 രൂപയ്ക്കേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. അതിനിടയ്ക്ക് ജിംബു അതൊക്കെ കഴിഞ്ഞ് പോരുമ്പോൾ ജിംബുവിനും മൈസൂർ പാവ്, പിന്നെ തേങ്ങാ ബണ്ണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള തേങ്ങാ ബണ്ണ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് തിരിച്ച് വന്നപ്പോഴേക്കും നമ്മൾ ജിംബു എക്സാമൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ജിംബുവിന് ആക്ച്വലി എന്താ പറയുക, ഭയങ്കര സങ്കടമായിരുന്നു. എന്തിനാ അമ്മമ്മ എന്നെ കൊണ്ടുപോകാതെ പോയത്. കാരണം ജിംബു വരുമ്പോൾ അമ്മ ബസ്സിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യും എന്നൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടൊക്കെയാണ് ആക്ച്വലി ആള് വരുന്നത്. ജിംബ അമ്മന്ന് പറഞ്ഞല്ലോ, അത് മിക്കവാറൊന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അവള് മിക്കവാറും ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കും, അമ്മയ്ക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നു. കുടിക്കണം കുഞ്ഞിന് നല്ല ടേസ്റ്റ്. ഉള്ളത്തെ ചിലപ്പോ നല്ല രസമുള്ളതാവും. നല്ല മധുരം. ഇതെന്താ തണ്ണിമത്തന്റെ ജ്യൂസ് പോലെ ഉണ്ടല്ലോ. അല്ലേ, വാട്ടർമെലൺ ജ്യൂസ്. തുപ്പല്ലേ പനി മാറിയില്ല. കണ്ണടച്ച് ഒറ്റ കുടി ഇങ്ങനെ അപ്പൊ ഇങ്ങനെ ഒഴിക്കും. മാമി അങ്ങനെ കുടിക്കുക. മാമി ഇങ്ങനെ ഒഴിക്കും. കഴിഞ്ഞു. അപ്പൂന് വയ്ക്കും അങ്ങനെ. ഈശ്വര എത്ര നേരം കണ്ടു. ജിംബനെ കൊണ്ടൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെയല്ല. അപ്പൊ ഗുഡ് ഗേൾ. ഒക്കെ കഴിഞ്ഞു. മാമി ഇങ്ങനെ കുടിക്കുക. മേലേക്ക് മേലേക്ക്
അയ്യോ ഞാൻ പറയാൻ വിട്ടുപോയിട്ടോ, നേരത്തെ മരുന്നിൻ്റെ കാര്യം പറഞ്ഞതിൽ ഒരു വൈറ്റമിൻ്റെ ഒരു കുഞ്ഞ് സിംഗിൾ ഷോട്ടിൽ കഴിക്കുന്ന ഒരു മരുന്നും കൂടെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൂന്. അപ്പോൾ അതൊക്കെ കൊടുത്ത് ആളവിടെ സെറ്റാക്കി കിടത്തി. ഞങ്ങൾ ലഞ്ചിൻ്റെ ടൈമാണ്. ഇന്ന് ഞങ്ങൾക്ക് നോണ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. അമ്മമ്മ ഓൾറെഡി എന്താ പറയുക വ്രതത്തിലാണ്. പിന്നെ നമ്മൾ ഗുരുവായൂർ പോവുകയാണെന്നുണ്ടെങ്കിൽ തലേദിവസം നമ്മൾ അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വലിയ സ്പെഷ്യലൊന്നും ഇല്ല. ജസ്റ്റ് പയറുതോരൻ, മോരുകറി അങ്ങനത്തെ ഒരു മൂഡാണ് കേട്ടോ. പിന്നെ പരിപ്പ്, മുരിങ്ങക്കായ അമ്മ കൊടുക്കുന്നത് മാങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് വേറെ പരിപാടികളൊക്കെയാണ്. കാരണം 2-3 ദിവസമായിട്ട് ഇനിയിപ്പം നല്ല തിരക്കായിരിക്കും. അപ്പം ഞാൻ ചെടികളൊന്നും നോക്കാൻ പറ്റില്ല. അപ്പം ഞാനൊക്കെ ചെടികളൊക്കെ ഫുള്ള് നനയ്ക്കുകയാണ്, ടെറസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. കണ്ടോ മുന്തിരിയുടെയൊക്കെ കണ്ടോ ഇവിടെ ചെറുതായിട്ട് കുറച്ച് ഇങ്ങനെ ബഞ്ചസൊക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കാത്തൊരു കുഞ്ഞൊരു പീസും പോലെ നിറച്ചിങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ശരിക്കും എന്താ പറയുക, ഇങ്ങനെ കുറേ വലിയ കൂട്ടമായിട്ടല്ല എങ്കിൽ പോലും ഈ കുഞ്ഞു വള്ളിയിലൊക്കെ ഇപ്രാവശ്യം നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ചെടിയൊക്കെ നനയ്ക്കുകയാണ്. പിന്നെ ഇത് കുറേ തുണികൾ മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു മേലെ. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എത്ര മേലെ കുറേ തുണികളുണ്ട്. പക്ഷേ ഇന്നലെ കുറേ പണികളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് തുണികൾ മടക്കി വയ്ക്കാനുള്ള സമയം ഉണ്ടായില്ല. അപ്പോൾ അതിന്നത് ഒരു ട്രിപ്പ് മടക്കി വയ്ക്കാൻ കൊണ്ടുപോകുന്നു. പിന്നെ ഇത് അടുത്ത ട്രിപ്പ് തുണി വാഷിംഗ് മെഷീനിൽ ഇടുന്നു. പിന്നെ വാഷിംഗ് മെഷീനിൽ നിന്ന് കുറേ തുണികൾ എടുത്ത് വിരിച്ചിടാനുണ്ട്. അങ്ങനെ നല്ല പണിയിലാണ് കേട്ടോ ഇന്ന്. കുഴപ്പമില്ല, നല്ല പണിയൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് എല്ലാവരും ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പൊ അവനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അമ്മ ഹെൽപ്പ് ചെയ്യാം. പോട്ടെ ശരിക്കും 4 ഉറങ്ങും. തുണികൾ കുറച്ചുകൂടി എടുത്ത് വയ്ക്കാനുണ്ട്. ഗായ്സ് ഇന്ന് ഞങ്ങള് അടുപ്പില്, ഞങ്ങളല്ല കേട്ടോ ഇവര് സാൻഡാക്കുന്നുണ്ട്. ശിവച്ചി അതെ ഗുളിയപ്പൊതി തന്നെ കാണുമ്പോ ആൾക്കാർ വിചാരിക്കും ഞാൻ എന്തുണ്ടാ കൊണ്ടോണേന്ന്. എന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോകണമെന്നൊക്കെ. ചേച്ചി കവർ എടുത്താൽ ഞാൻ കവർക്ക് തരാം. ചേച്ചി എടുക്ക്. തമാശ കളിക്കല്ലേ ചേട്ടന് നല്ല ഇഷ്ടമായില്ലേ. ഗൈസ് ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലാക്കിയത് കേട്ടോ. ഞാൻ ചക്കപ്പം കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഞാൻ എടുത്ത് വെച്ചത് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല കേട്ടോ ഞാൻ. പക്ഷെ നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. നല്ല കുമ്പിളപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വാഴയിലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, വയനിലയിലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എവിടെയും പോണ സമയത്ത് വെള്ളം കൊടുക്കുമ്പോൾ വെള്ളം വേണം, നീ ഒന്ന് പോയ ഇവിടെ നിന്ന് പറഞ്ഞ ചേട്ടൻ ഇന്ന് ഇറങ്ങുമ്പോ എടി എക്കിള് വരുന്നു, ഇച്ചിരി വെള്ളം തരുന്നു. ചേട്ടാ ഗൈസ് ഇന്ന് ഞങ്ങള് ഗുരുവായൂർ പോവാണ്. ഓ മൈ ഗോഡ്, ഞങ്ങൾ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു തലേ ദിവസം ഗുരുവായൂർ എത്തിയിട്ട് നെക്സ്റ്റ് ഡേ ഒക്കെ തൊഴുത് ആ ഒരു മൂഡ്. അപ്പം ഇന്ന് ആ മൂടാന്ന് പ്രതീക്ഷിക്കുന്നു.
സംടൈംസ് നമ്മുടെ പ്ലാൻസ് ഒക്കെ മാറും ബിക്കോസ് വിനിച്ചേട്ടൻ്റെ ഓഫീസ് ഓപ്പണിംഗ് ആണ് ദിസ് മന്ത്. വിനിച്ചേട്ടനിട്ട് നമ്മളെ ബൈ ബ്രോ. ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. അങ്ങനെ ദേ ഉച്ചത്തെ ഒരു കുഞ്ഞൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും പരിപാടികൾ തുടങ്ങിയിരിക്കുകയാണ്. കാരണം നാളെ കണ്ണൻ്റെ ബർത്ത്ഡേ ആണ്. ഇവിടെ ലൈറ്റ് ശരിയല്ല. ദിസ് ഇസ് നൈസ്. കണ്ണൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ ആദ്യം ഞങ്ങൾ ഗുരുവായൂർ നാളെ എന്തായാലും ചോറൂണിന് വേണ്ടി പോകണം. അനിയത്തിയും ഫാമിലിയും ഒക്കെ അവരിന്ന് വൈകുന്നേരം ഗുരുവായൂരെത്തും. അങ്ങനെയൊക്കെ പ്ലാനായിരുന്നു. ഞങ്ങൾ നാളെ രാവിലെ അങ്ങനെ പോകും എന്നൊരു പ്ലാനൊക്കെ ആയിരുന്നു. പക്ഷേ വിനിച്ചേട്ടൻ പറഞ്ഞു കണ്ണൻ്റെ ബർത്ത്ഡേക്ക് നമ്മളൊന്നും ഒന്നും ചെയ്യുന്നും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് വൈകുന്നേരം ഗുരുവായൂർ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരുടെയും ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. തലേ ദിവസം അവിടെ നിന്ന് സ്റ്റേ ചെയ്ത് അടുത്ത ദിവസം രാവിലെ തൊഴുത് അങ്ങനത്തെ ഒരു മൂഡ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വിനിച്ചേട്ടൻ ഞാൻ ഓഫീസ് ഓപ്പൺ ആക്കുന്നതിന് മുന്നേ ശരിയാണ് കേട്ടോ, അയ്യോ ഓഫീസ് ഓപ്പൺ ആക്കുന്നതിന് മുന്നേ ആക്ച്വലി പ്ലാൻ ചെയ്തൊരു പ്രാർത്ഥിച്ചൊരു പരിപാടിയാണ്. എന്ത് ഭാഗ്യത്തിന് നമ്മൾ തന്നെ ചിന്തിക്കാതെ ആ ഒരു സംഭവം നടന്നു. ആക്ച്വലി ഭയങ്കര സന്തോഷമുണ്ട്. ഗുരുവായൂർ എത്തുക, അതുപോലെ തിരുപ്പതി പോവുക എന്നുള്ള സമയത്ത് മൂകാംബിക അതൊക്കെ നമ്മൾ പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് നടക്കണമെന്നില്ല. ദൈവം വിചാരിച്ചാൽ മാത്രം നടക്കുന്നൊരു സംഭവമാണെന്ന് എനിക്കൊന്നും തോന്നാറുണ്ട് കേട്ടോ. ഗുരുവായൂരൊക്കെ ആക്ച്വലി എൻ്റെ വീട് എത്ര അടുത്താണെന്നറിയോ, ഒരു അരമണിക്കൂറിന് മേലെ, 3/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ അത്രയേ ഉള്ളൂ ഇവിടുന്ന്. പക്ഷേ എങ്കിൽ പോലും പോകാൻ ഇതിനെ പറ്റിയിട്ടില്ല കേട്ടോ. കണ്ണ് ചോറ് വരെ നമ്മളോട് പോയിട്ട് കൊടുത്തിട്ടില്ല. അപ്പം നാളെ നമ്മൾ കണ്ണ് ചോറൂരാണ്. അപ്പം നമ്മളിപ്പോൾ വൈകുന്നേരം ഗുരുവായൂർ പോവുകയാണ്. വെരി സന്തോഷം. അനിയത്തിയോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, അവർക്ക് സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ വിനിച്ചേട്ടത് ഇപ്പോൾ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ വേറൊരു സംഭവം ഉണ്ട്, എൻ്റെ കിച്ചണിൽ ലൈറ്റ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വിനിച്ചേട്ടൻ ഇന്ന് പോയിട്ട് ഓഫീസിൽ പോയിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ലൈറ്റ് വാങ്ങിക്കും, ഹാളിൽ ലൈറ്റ് ഇടും, ഒക്കെ സെറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരുമ്പോഴേക്ക് ഞങ്ങളൊക്കെ റെഡിയാകാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിന്ന് ഗുരുവായൂർ പോവാണ്. ഞാൻ ആക്ച്വലി സാരിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു മൾമൾ കോട്ടൻ്റെ പെൺപട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു മൾബറി എന്ന് പറഞ്ഞിട്ടൊരു സാരി ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ വെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു വ്ളോഗും ചെയ്യാം എന്നുള്ള പ്ലാനാണ് കേട്ടോ. ഈ മൾമൾ കോട്ടൺ എനിക്ക് ആക്ച്വലി ഭയങ്കര ബ്രൈറ്റ് ആണ് ആക്ച്വലി, പക്ഷേ ഫോട്ടോസിലും വീഡിയോസിലും നല്ല ഭംഗിയുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ബ്ലൗസ് ഓപ്പോസിറ്റ് വീട്ടിലെ ചേച്ചിയുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിനി വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറിയതാണ് മേലേക്ക്. ഇന്നിപ്പം അല്ലെങ്കിൽ ഇങ്ങനെ ഉച്ചയ്ക്ക് തിരക്ക് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്കാണ് കണ്ണൻ ഉറങ്ങുന്ന സമയത്താണ് വോയിസ് ഓവർ ചെയ്യുക. പക്ഷേ ഇന്ന് അമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവരോട് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ സൗണ്ട് ഡിസ്ട്രാക്ഷൻ വരും. അപ്പം ഇവിടുത്തെ അമ്മ ഉറങ്ങുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ അമ്മ എണീറ്റു, ഷിബേച്ചി പോയി, പണിയെല്ലാം കഴിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ അമ്മ വന്നപ്പോൾ ഞാൻ വേഗം മേലേക്ക് കയറി പോകുന്നു. കുട്ടികളൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്, ജിമ്പിനൊപ്പം ഒക്കെ. അപ്പോൾ ഇനി കുറച്ച് വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണികൾ ഇടാനുണ്ട്, വിരിച്ചിടാനുണ്ട് കേട്ടോ. വാഷിംഗ് മെഷീൻ ഓഫ് ചെയ്തിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് നേരെ താഴെ പോവും. എന്നിട്ട് കുറച്ച് കുമ്പിളപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, ചക്ക കുമ്പിളപ്പം. അപ്പോൾ അതൊക്കെ കഴിക്കണം, ചായ ഉണ്ടാക്കണം. എന്നിട്ട് ഇനിയിപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ വേറെ ഒന്നും കാണിക്കില്ല. പക്ഷേ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഷോർട്സ് ആക്കി റെക്കോർഡ് ചെയ്യാം, ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം എപ്പോഴാണ് വിനിച്ചേട്ടൻ വരാമെന്നറിയില്ല. അതിനനുസരിച്ചിട്ട് ഇവിടുന്ന് നേരെ ഗുരുവായൂർക്ക് പോവുകയാണ്. വെരി എക്സൈറ്റഡ്, വെരി എക്സൈറ്റ്. ജിമ്മിനോട് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ജിമ്മൻ ജസ്റ്റ് എവിടെ പോണ പോലും അവൾ അറിഞ്ഞിട്ടില്ല. അവൾ കുറച്ചുകൂടെ ഉറങ്ങി. ആ സമയത്താണ് നമ്മളൊക്കെ തീരുമാനിച്ചത്. അപ്പോൾ ഓക്കെ ഗൈസ്, നാളെ അപ്പോൾ ഗുരുവായൂർ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. ഓക്കെ ബൈ, സീ യു. അങ്ങനെ എൻ്റെ ഭാവിക്കുട്ടനെ കാണും, ഇഹക്കുട്ടീനെ കാണും. നല്ല സന്തോഷമുണ്ട്. കാര്യങ്ങളൊന്നും വരാതിരിക്കട്ടെ. അപ്പൂന് പനിയുണ്ട്, പക്ഷേ അപ്പൂന് ഇപ്പം മരുന്ന് കൊടുത്തപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരത്തോടും കൊടുക്കുമ്പം സെറ്റാണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ ശരി ഗൈസ്, നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. പിന്നെ വേറെ ചോറ് കൂടെ ഒന്നും പറഞ്ഞിട്ട് നിർത്താൻ പറ്റില്ല. നാളെ നമ്മൾ കണ്ണൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. അങ്ങനെയൊന്നുമല്ല, നമ്മുടെ മക്കളെ പിറന്നാളല്ല കേട്ടോ, ഡേറ്റാണ്. പിറന്നാൾ ഏപ്രിൽ 4 വരുന്നത്. അപ്പോൾ എൻ്റെ കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ കണ്ണനെ. അപ്പോൾ പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ ബൈ ഗൈസ്. അത്ര വലിയ ആഘോഷം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഒരു കുഞ്ഞ് സെലിബ്രേഷൻ. ഇനി അറിയില്ല തീരുമാനങ്ങളൊക്കെ എങ്ങനെയൊക്കെ ആവുമെന്ന്. എന്തായാലും ഞാൻ എല്ലാ വിശേഷങ്ങളും വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. ബൈ.